ഉത്തർപ്രദേശിൽ ഇത്തവണ ക്രിസ്തുമസിന് അവധിയില്ല. അവധി ഒഴിവാക്കി സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പകരം വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് അവധി നൽകുമെന്നാണ് UP സർക്കാർ പറയുന്നത്. ക്രിസ്തുമസിന് ലോകമെമ്പാടും അവധിയാണ്. മുസ്ലിം രാജഭരണമുള്ള രാജ്യങ്ങളിൽ പോലും ക്രിസ്തുമസിന് അവധി നൽകുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും അവധി നൽകുന്നു. ഒരുപക്ഷെ ലോകത്ത് UPയിൽ മാത്രമായിരിക്കും ക്രിസ്തുമസിന് അവധി നിഷേധിക്കുന്നത്, അതും BJPയുടെ സർക്കാർ. കേരളത്തിൽ കേക്കും വൈനുമായി ബിഷപ്പുമാരുടെ അരമനകളും ക്രൈസ്തവ കുടുംബങ്ങളുടെ തിണ്ണങ്ങളും നിറങ്ങുന്ന BJPക്കാർക്ക് ഒരു ഉളുപ്പുമില്ലേ? ഇത് ക്രൈസ്തവരെ ആക്ഷേപിക്കുന്നത് മാത്രമല്ല, അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതും കൂടിയല്ലേ? യേശുക്രിസ്തുവിന്റെ ജനന സ്മരണാർത്ഥം ക്രിസ്തുമസ് ക്രൈസ്തവർ ലോകം മുഴുവൻ ആഘോഷിക്കുന്നുണ്ട്. യേശുക്രിസ്തു ജനിച്ചത് ബത്ലഹേം എന്ന സ്ഥലത്താണ്, ഇന്നത്തെ പാലസ്തീൻ പ്രദേശം. 4-ാം നൂറ്റാണ്ടിൽ റോമൻ സഭയാണ് ഡിസംബർ 25-ന് ക്രിസ്തുമസായി ഔദ്യോഗികമായി തീരുമാനിച്ചത്. റോമൻ സാമ്രാജ്യത്തിലെ സൂര്യദേവാരാധന ഉത്സവകാലത്തോട് ചേർത്താണ് ഈ തീയതി സ്വീകരിച്ചതെന്ന ചരിത്രാഭിപ്രായമുണ്ട്. അങ്ങനെയാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് ആരംഭിച്ച ക്രിസ്തുമസ് ആഘോഷം പിന്നീട് ലോകമാകെ വ്യാപിച്ചു. ഇന്ത്യയിൽ ക്രിസ്തുമസ് എത്തിയത് അപ്പോസ്തലനായ സെന്റ് തോമസ് വഴി, അതായത് AD 52 എന്നാണ് വിശ്വാസം. പ്രത്യേകിച്ച് കേരളത്തിൽ ക്രിസ്തുമസ് ഒരു ഉത്സവം മാത്രമല്ല, സ്നേഹം, സമാധാനം, ത്യാഗം, മാനവ സൗഹൃദം എന്നിവയുടെ സന്ദേശമാണ് ലോകത്തോട് പറയുന്നത്.